നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്ലാസ്സിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ അധ്യാപിക കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു. ഈ മൂല്യനിർണ്ണയം ഏതാണ്? ആത്യന്തിക മൂല്യനിർണ്ണയം, സമഗ്ര മൂല്യനിർണ്ണയം, സംരചനാ മൂല്യനിർണ്ണയം ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടെ പഠന സിദ്ധാന്തത്തെ ആസ്പദമാക്കിയുള്ളതാണ്? പാവ്ലോവ്, സ്കിന്നർ, കോഹ്ലർ, ബന്ദൂര. ചക്കിങ് എന്ന പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രദ്ധ, ഓർമ്മ, ചിന്ത, വികാരം. അത് ഓർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെർത്തൈമർ എന്ന പേര് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കണ്ടീഷനിങ്, ഉൾക്കാഴ്ച സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, കൺസ്ട്രക്റ്റിവിസം. ഇനി പ്രൈവറ്റ് സ്പീച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോംസ്കി, കോൾബർഗ്, വൈഗോട്സ്കി, പിയാഷെ. പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കാറ്റൽ, ആൽപോർട്ട്, ഐസൻക്ക്, ക്രഷ്മർ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? ഗിൽഫോർഡ്, കെർട്ട് ലെവിൻ, ജോൺ ഡൂയി, മാർക്ക് ഗാസ്പേർഡ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചത്? കാറ്റൽ. അതിൻ്റെ ആൻസർ കാറ്റലാണ്. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് കാറ്റൽ, ബാട്ടിയ, ബെച്ച്ലർ, ബീനെ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: വൈജ്ഞാനിക വികസനം, കായിക വികസനം, വൈകാരിക വികസനം, ഭാഷാ വികസനം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസിൻ്റെ ചാർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിൻ്റെ ആൻസർ വൈകാരിക വികസനം. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത്? ഗാർഡ്നർ ഉണ്ട്, ഗിൽഫോർഡ് ഉണ്ട്, തേഴ്സ്റ്റൻ, സ്പിയർമാൻ. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നതാണ് ഗാർഡ്നറാണ് ഉത്തരം. പ്രഭാതത്തിൽ കണ്ട വെള്ള റോസാപ്പൂവിൻ്റെ ചിത്രം പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്. ഇതിന് കാരണം എന്താണ്? അതിൻ്റെ ഓപ്ഷൻസ്: സംവേദനം, യുക്തിചിന്ത, സർഗാത്മകത, അവബോധം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു. അത് കാറ്റഗറി 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടത്. ഇതിൻ്റെ കുറേ ഒന്നും ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കുക. ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻസ്: പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, അസുബൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ ഡാഷ് മെമ്മറി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: യൂണിറ്റുകൾ, ഉൽപ്പന്നങ്ങൾ, പ്രവർത്തനങ്ങൾ, ഉള്ളടക്കം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബെഡ് എന്നെഴുതുന്നതിന് പകരം ഡെബ് എന്നെഴുതുന്ന കുട്ടിയിലെ പഠന വൈകല്യം ഏതാണ്? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ഇനി അടുത്തത്. മോറോൺ എന്നാൽ കേൾവി പ്രശ്നമുള്ള കുട്ടി, കാഴ്ച വൈകല്യമുള്ള കുട്ടി, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടി, പഠന വൈകല്യമുള്ള കുട്ടി. ഇതിൽ ഏതാണ് മോറോൺ എന്നാൽ എന്താണ് നോക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം. ഓപ്ഷൻസ്: സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധാർമ്മികതയെ ഒരു വ്യക്തിക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രായം? 13 മുകളിൽ, 4 മുതൽ 10 വയസ്സുവരെ, 10 മുതൽ 13 വയസ്സുവരെ, 4 വയസ്സിൽ താഴെ. ഇനി അടുത്തതായിട്ട് 18ാമത്തെ ക്വസ്റ്റ്യൻ. എറിക്സൺ ഉണ്ടല്ലോ, ആളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രായം?
12 മുതൽ 18 വയസ്സ് വരെ, 3 മുതൽ 5 വയസ്സ് വരെ, 18 മുതൽ 40 വയസ്സ് വരെ, 5 മുതൽ 12. ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻസ്: ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, അഭിരുചി, പരാജയ ഭീതി. ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെപ്പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ഒരു അനുകരണമാണല്ലേ. അപ്പോൾ ആൽബർട്ട് ബന്ദൂരയാണ് വരിക. ഓപ്ഷൻ എ ബന്ദൂര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസരവാദി ആരാണ്? പരിസരവാദി വാട്സൺ ആണ്. പരിസരവാദി വരിക. വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശൈശവം, ആദിബാല്യം, കൗമാരം, യൗവനം. പിന്നെ ZPD എന്നാൽ എന്ത്? എന്താണ് ZPD എന്നാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ZPD സമീപസ്ഥ വികാസമണ്ഡലം. ഇനി 24. എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. ഈ ആശയം നിർദ്ദേശിച്ചത് ആരാണ്? പാവ്ലോവ്, പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവ: ശാരീരിക അടിസ്ഥാന ആവശ്യങ്ങൾ, സുരക്ഷാവശ്യങ്ങൾ, സ്നേഹവും സ്വന്തം ബോധവും, ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ. അതിൽ വരുന്നത് ആത്മസാക്ഷാത്കാരം. MKO എന്ന പദം നിർദ്ദേശിച്ചത് കോൾബർഗ്, വൈഗോട്സ്കി, ചോംസ്കി, സച്ച്മൻ. ഇനി അടുത്തത് കെട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. ഏതാണ്? യുക്തീകരണമാണ്. കെട്ടാത്ത മുന്തിരി പൊളിക്കുക എന്ന് പറയുന്നത് യുക്തീകരണമാണ് വരുന്നത്. ചിൽഡ്രൻസ് പെർസെപ്ഷൻ ടെസ്റ്റ് നിർമ്മിച്ചതാര്? ബെല്ലക്ക്, മോർഗൻ, മുരൈ, CG യൂങ്. ഇനി 29. പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം: ശൈശവം, ആദിബാല്യം, ബാല്യാന്തരം, കൗമാരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബോൺ തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് പാവ്ലോവ്, തൊണ്ടൈക്ക്, സ്കിന്നർ, ബന്ദൂര. അപ്പോൾ ഈ സൈക്കോളജിയിലെ ഈ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓരോ ഭാഗങ്ങളുണ്ടല്ലോ. സോഷ്യൽ, ഇത് കാറ്റഗറി 2 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അടുത്ത ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പിന്നീട് ഇടാം.